കോഴിക്കോട്ടങ്ങാടിയില് കോപ്പുള്ള തറവാട്ടില് കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല. അല്ലോ നേരം വെളുത്തപ്പ കാണുന്നില്ല. ഫോണുകൊണ്ട് കളിക്കുമ്പോ എനിക്ക് ഉറപ്പാ നേരം വെളുത്ത കാണുമല്ലാന്ന്. എല്ലാരും വരുന്നേ, ഇത് നിങ്ങളെവിടുന്നാ വരുന്നേ? അല്ല, ഉമ്മ നല്ല പാട്ടിലാന്നല്ലോ. ഞാനിങ്ങനെ എന്റെ അടുത്ത് നടക്കുന്ന പാട്ട് ഓടിക്കൂടെ? നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ? പഞ്ചായത്ത് പഞ്ചായത്തിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടാ വരുന്നത്? ഞാൻ അങ്ങോട്ടല്ലേ വരണ്ടേ? നമ്മളെ ജോലിന്റെ ഭാഗമായിട്ട് വന്നതാ. അത് ശരി. ആടെ ഇപ്പം കോഴിക്കുട്ടീനെ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കോഴിക്കുട്ടീനെല്ലാം ഗ്രാമസഭയെ പറയണം, അല്ലാണ്ട് പഞ്ചായത്ത് പറഞ്ഞുകൂടാ. അത് ശരി. പിന്നെ എങ്ങനെ ജോലിന്റെ ഭാഗോ? നമ്മള് പിന്നെ ഈ വെള്ളം എല്ലാം കെട്ടിക്കിടന്ന ഇപ്പൊ മഴക്കാലല്ലേ വരുന്നത്, നേരം നമ്മൾ ഓരോരുത്തർ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, അതിൽ കൊതുക് മുട്ടിയിട്ടുണ്ടോ, കൊതുക് പെരുകുന്നുണ്ടോ, ഇതെല്ലാം നോക്കേണ്ടിട്ട് വന്നതാ. കൊതുവിന് ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല. അവളെ ഇവിടെ ഇപ്പം കൊതുവിന് പറ്റുന്നു. ഉമ്മ, ഈ വീടും പരിസരം എല്ലാം ഒന്ന് നോക്കണം. എന്താ വെച്ചാൽ കൊതുക് ഉണ്ടോ, വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കണം. നമുക്ക് നോക്കട്ടെ നമ്മള്. അതിങ്ങളെ നോക്കാം, നോക്കുന്നേ നിങ്ങളെ പണിയല്ലേ. അല്ല, ഇതിലെല്ലാം കച്ചറിയുണ്ടല്ലോ. ഇതാ കൊതുകെല്ലാം ഉണ്ട് കേട്ടാ, മുട്ടയിലിട്ടിട്ടുണ്ട്. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വെക്കുന്നത്? അത് ഞാൻ കാക്കക്കും പൂച്ചക്കെല്ലാം വെള്ളം കുടിക്കടിച്ച് വെച്ചതാ. ഈ വെള്ള കാക്കക്കും പൂച്ചക്കെല്ലാം കൊടുക്കാം, നല്ല കാര്യ. പക്ഷെ ഇത് ദിവസവും ദിവസം മാറ്റി കൊടുത്ത ഒരു പ്രശ്നവും വരുന്നില്ല. അല്ലാണ്ട് നിങ്ങൾ നോക്ക്, ഇതെല്ലാം കണ്ട നിങ്ങള് ഇവിടെയോ ഇതാ. അത് കുഞ്ഞുങ്ങള് പായത്താറ്റം കുടിച്ചിട്ട് ചാടിയതാ. ഞാനും നല്ലത്. അയ്യോ, ഇങ്ങനത്തേലാന്ന് പെരുകുക മുട്ട ഇട്ട് കൊതുക് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. ഭർത്താനം കെട്ടാ പെരുക്കട്ടെ. ഞാനാ നിങ്ങളൊരു കാര്യം ചെയ്തെന്നാല് ദിവസം വന്നിട്ട് പിന്നെ അടിച്ചും പാരിക്കോ, ഇവിടെ വെള്ളം നിറച്ച് വെച്ചിട്ട് പോട്. വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ ഫൈനിടും. 5000 500 അല്ല ഫൈൻ വരിക. അതിന് ഫൈൻ അടക്കം തയ്യാറാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാല് അത് ശരി. ഉമ്മ, തടത്തിലെ കുമാരൻ മാഷ് മരിച്ചത് എങ്ങനെയാന്നറിയാ? ഈ ഡെങ്കിപ്പനി വന്നിട്ടാ, കൊതുക് കടിച്ചിട്ട്. ഡെങ്കിന്റെ കൊതുക് കടിച്ചിട്ട് ഡെങ്കിപ്പനി വന്നിട്ടാ മരിച്ചേ. അറിയാ നിങ്ങക്ക്? ഇല്ല, ഞാനുണ്ടോ അതാന്നുള്ള ആരെങ്കിലും പറയണ്ടേ? ഡെങ്കി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പനിയായിരിക്കും, വേദന കൊണ്ട് പൊളയൂ. 3 മാസത്തോളം വേദന നിൽക്കൂല, അങ്ങനത്തെ അവസ്ഥയാ. വേദന കൊണ്ട് അങ്ങനെയാ മരിക്കുന്നത്. നിങ്ങളറിയില്ല? ഇല്ല, അതെന്താ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് മോളെ? ഇതറിയോ? ഇതിങ്ങനെ കടിച്ചാൽ ഇത്ര വലിയ ഇതിലുള്ള മാഷ് മരിച്ചോല്ലോ, ഇങ്ങനത്തെ ഇതാന്നല്ലോ ഞാനറിയല്ല. ഇല്ലല്ലേ ഉമ്മ, നിങ്ങളൊരു കാര്യം ചെയ്യ്. ഈ വീടും പരിസരം എല്ലാം നിങ്ങളൊന്ന് വൃത്തിയാക്കുക. എന്നിട്ട് ഈ വെള്ളം കണ്ട, ഈ വെള്ളം എല്ലാം ഒന്ന് നല്ലതാക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞിട്ട് നല്ല വൃത്തിയാക്കുക. വീടും പരിസരം എല്ലാം വൃത്തിയാക്കുക. എന്നിട്ട് നല്ല കേരളം നമുക്ക് പടുത്തുയർത്തണം. ഞാൻ പറഞ്ഞ നമ്മൾ എല്ലാരോടും ഞാൻ പറയാ. നാളെ മുതൽ ഞാൻ എല്ലാരോടും പറയുകയും ചെയ്യും, ഞാൻ വൃത്തിയാക്കുകയും ചെയ്യും. നമുക്ക് ഒരുമിക്കാം. നല്ല കേരളം, ആരോഗ്യ കേരളം.